ええええええനമ്മള് രണ്ടാള് കയറുമ്പോ അല്ലാണ്ട് നമ്മള് കയറിയിട്ട് കാര്യമില്ല. കയറിക്കല്ലോ, പൈസ കൊടുത്ത് കയറിയതാണ്. അവര് നമ്മള് കയറ്റിയില്ല. വേണ്ട വേണ്ട വേണ്ട. Hi guys, welcome to our YouTube channel IK Lulu Show. അങ്ങനെ ഫസ്റ്റ് നമ്മളുടെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മള് ട്രിപ്പ് പോവാണ്. നമ്മളുടെ ആനിവേഴ്സറി ചെറിയ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. അതിൻ്റെ വീഡിയോസ് ആണ് നമ്മളെ ഫസ്റ്റ് വ്ളോഗിൽ ഉണ്ടാവുക. ആൻഡ് ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. വിസയറിലാണ് പോകുന്നത്, അബുദാബിയിലാണ് പോകുന്നത്. ആൻഡ് അവർ ഡെസ്റ്റിനേഷൻ ഈസ് ഇപ്പം എന്താണ് ആൽമാറ്റി. ഐ ഡോണ്ട് നോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത് തൊട്ട് അവിടെ ഇറങ്ങുന്നത് വരെ എല്ലാ വീഡിയോസും തരും. കാത്തിരിപ്പിന്റെ വിരാമം. ഒരു വിരാമമുണ്ട്. നമ്മൾ അൽമാറ്റിയിലേക്ക് ലാൻഡ് അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഫൈനലി എയർപോർട്ടിലെത്തി. ഇതാണ് നമ്മളെ കൂട്ടാൻ വന്ന ചേട്ടൻ, പിന്നെ ഗൈഡാണ്. അവർക്ക് റഷ്യൻ ഭാഷ മാത്രമേ അറിയാം. അപ്പോൾ നമ്മൾ ഫോണിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് അവർ അത് പറയും, അതിൻ്റെ റിപ്ലൈ നമ്മൾ പറയും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്നു. നമ്മളിവിടെ വന്നിട്ട് ഞാൻ സിമ്മ് ആണ് ഫസ്റ്റ്. സിമ്മിന് ഇവിടെ 5000 ദിർഹംസ് അല്ല 5000 രൂപയാണ് ഇവിടുത്തെ ടങ്ക് എന്നാണ് പറയാം. 5000 രൂപ നമ്മൾ ഓൾറെഡി മേടിച്ച് സിമ്മ് മേടിച്ച് നമ്മളിനി മുമ്പിലേക്ക് പോകുന്ന വയ്യാണ്ട് ബാക്കിലത്തെ ഒരു 40 ദിർഹംസാണ് അതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത വിശേഷങ്ങളുമായി ഞാൻ ബാക്കിയുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാനിതൊന്നും വരുന്നതായിരിക്കും. ലുലു എങ്ങനെയുണ്ട്? പുക പോകുന്നുണ്ട്, പക്ഷെ അടിപൊളിയല്ലേ? പക്ഷെ അങ്ങനെ ഒരു നമുക്കൊരു തണുപ്പ്, നമുക്കൊരു AC-ൻ്റെ ഉള്ളിൽ ഇരിക്കണ പോലെ. നമ്മൾ ഭയങ്കര തണുത്തിട്ട് വായന്ന് പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഗൈഡ് വന്നു. ഗൈഡാണ് വണ്ടിയിൽ സാധനങ്ങൾ കയറ്റുന്നത്. ഞാൻ നോക്കുമ്പോൾ അടിയിൽ ഫുള്ള് ഐസാണ്. അല്ലല്ലോ ഐസ്. പുകോട് നീ സിഗരറ്റ് വലിക്കേണ്ട ആവശ്യമില്ല. പുകോട് ലുലു എവിടെയാ? ഹോട്ടലിലാണോ എത്തിയത്? എങ്ങനെയുണ്ട്? ഫുള്ള് സ്നോ അല്ലേ? നോക്ക്, സ്നോയിൽ കൂടെ നമ്മൾ നടക്കുന്നു. ലുലു ദേ ഉള്ളിൽ കയറുന്നു. ലുലു ഒരു ഹൈ പറഞ്ഞേ. ഉള്ളിൽ കയറി പിന്നെ ഇല്ല അവരാ. നമുക്ക് പുറത്തിറങ്ങണ നല്ല രസം ലുലു അല്ലേ? നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഹോട്ടലിൽ കുറച്ച് ചൂടുണ്ടല്ലേ? ഇവിടെ അങ്ങനെ വലിയ തണുപ്പില്ല. ഒരു റിസപ്ഷനാണ് ഹോട്ടലിൽ. ഹോട്ടലിൽ കയറി പാസ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴി കാണിക്കാം. ഇതാണ് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ്. ഇതാണ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ നാളെ വന്നിട്ട് ഇതിൻ്റെ ബ്ലോഗ് ഫുള്ള് കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമുക്ക് ആകെ 2 ലഗേജുള്ളൂ. ഓക്കെ, ഇതാണ് റിസപ്ഷൻ. പിന്നെ ഓൾറെഡി ഇതായതുകൊണ്ട്, ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവർ. അടിപൊളിയാണ്. ലുലു ആണ് ഇപ്പോൾ ഫുള്ള് ഡീൽ ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ റൂം നമ്പർ കിട്ടി. എന്താ ലാബറട്ടറിയാ? ലിഫ്റ്റ് അല്ലത്, ലാബറട്ടറി എന്ന് പറയാം. ഓക്കെ, ലിഫ്റ്റിൽ കയറുന്ന ലുലു. പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ലാബറട്ടറി, ലൂബറട്ടറി എന്നൊക്കെ. അതിൻ്റെ ഒന്നും എങ്ങനെ പോകാൻ പഠിച്ചത്? KFC കിട്ടാതെ എനിക്ക് വിഷമമുണ്ട്. അവരടച്ചു പോലും. നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം. 24 hours ഓർഡർ ചെയ്യാം. അങ്ങനെ ഓർഡർ ചെയ്യാം. ഇനി ഓർഡറിങ് ആപ്പ് നോക്കാം. നമുക്ക് ഇവരോട് ചോദിക്കാം. ഓക്കെ, ഇവനോട് ചോദിക്കാം ഞാൻ. നമുക്ക് രാത്രി അല്ല, ഇവന് ഇംഗ്ലീഷ് അറിയാം. ഇത് ഹോട്ടലിൻ്റെ വാക്കിംഗ് നല്ല അടിപൊളിയായിരുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ലുലുവിലെ ഈ 5000 രൂപ കൊണ്ട് 5000 ടങ്ക്. ഇതാണ് നമ്മുടെ സോഫ സെറ്റ് വരുന്നത് ഹോട്ടലിൻ്റെ. ഇത് വരുന്നത് നമ്മുടെ TV. ഇതാണ് നമ്മുടെ ബെഡ് സെറ്റ് വരുന്നത്. പിന്നെ ബാത്റൂം വരുന്നത് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ് ബാത്റൂം. നോക്കൂ ലുലു, ബാത്റൂം നോക്കിയിരുന്നോ നീ? ഭയങ്കര സെറ്റപ്പാണ് ബാത്റൂം. റൂമിൽ ചൂടുണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ.
നമ്മള് ചാർജറിന്റെ സ്ലോട്ട് ഇല്ലാത്തത് ഇവിടെ ഐഫോണിന്റെ ചാർജറിന്റെ സ്ലോട്ട് ഇല്ല. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഞാൻ പിന്നെ എന്തായാലും തണുപ്പത്ത് പോകുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ പല സ്ഥലത്തും പലതായിരിക്കും. നമ്മൾ വന്ന ഹോട്ടലില് ഇങ്ങനത്തെ ഒരു പിന്നാണ് റൗണ്ട് ടൈപ്പ്. അത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഞാനൊന്ന് തൊപ്പിയെല്ലിട്ട് സെക്യൂർഡായി നമ്മളൊന്ന് പുറത്തിറങ്ങാൻ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ചെടികളും സാധനങ്ങളൊക്കെ. അവിടെ വന്ന് രാവിലെ ഇരിക്കാം, രാത്രി വേണമെങ്കിൽ പുറത്ത് പോകാം. അപ്പൊ നമ്മൾ അടിക്ക് ഇറങ്ങാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ആ മൗണ്ടൻ്റെ മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഈ കേബിൾ കാസ് കൂടി മാത്രമാണ് പോവുക. മുകളിലേക്ക് ഇലക്ട്രിക് കാസ് മാത്രമാണ് അലൗഡ് ഉള്ളൂ. നമ്മുടെ കാർ ഇലക്ട്രിക് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ക്ലൈംസിൽ കയറി പോകണം. അപ്പോൾ നമ്മൾ ചെമ്പുലാക്കിലേക്കാണ് പോകുന്നത്. ചെമ്പുലാക്ക് ഇത് ലുലുവിൻ്റെ പുതിയ ഔട്ട്ഫിറ്റാണ്. ഇസ് പുലി ലൈക്ക് കടുവ പുലി ഡ്രസ്സാണിത്. അപ്പോൾ ലുലുന്ന് ഉള്ളിൽ എത്ര ഡ്രസ് ഇട്ടുണ്ടല്ലോ? 3 pants, 3 t-shirts, 1 thermal wear and 2 t-shirts. എന്നിട്ട് നിനക്ക് തണുക്കുന്നുണ്ട്? ഇത് തണുക്കുന്നുണ്ട്. അപ്പോൾ ലുലു പറഞ്ഞത് തണുക്കുന്നുണ്ട്. ഞാൻ 3 പാന്റ്, അതിൻ്റെ അടിയിൽ സ്റ്റോക്കിങ്സ്, മേലെ സ്റ്റോക്കിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നടക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് ടു ഹെവി. സത്യം ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നാളെ മറ്റന്നാൾ ക്രിസ്മസ് അല്ലേ? അപ്പോൾ ഇവിടെ ഫുള്ള് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. ആള് ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ കാണിച്ചു തരും. നമ്മുടെ നോക്കി നോക്ക്. One pictures 2000 tenge, prints and the prints photos electronic mobile free. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഷിംബുലാക്കി പോകാൻ. അവിടെ 3 സ്റ്റേഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിലാണ് ഇലക്ട്രിക്കിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങാം, സെക്കൻഡ് സ്റ്റേഷനിൽ ഇറങ്ങാം, 4th സ്റ്റേഷനിൽ ഇറങ്ങാം. ഞാൻ കയറാൻ നിന്നപ്പോൾ ഈ അപ്പൂപ്പനില്ലേ നാറി ആള് എന്നെ തട്ടിയിട്ടിട്ട് മറ്റേതിൽ കയറ്റുന്നത്. നമ്മൾ 2 മാത്രം കയറുള്ളൂ ഒരെണ്ണത്തിൽ അല്ലേ? ഇവറ്റങ്ങള് എല്ലാറ്റും കൂടി എന്നെ കയറ്റാൻ നോക്കുന്നത്. വീടാ ഇത് വരുന്നത് നമ്മൾ കയറണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാക്കിലുള്ളവരും കയറും തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. നമ്മൾ 2 കയറുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കണക്കെടുക്കുന്നത്. നമ്മൾ അല്ലാണ്ട് നമ്മൾ കയറിയിട്ട് കാര്യമില്ല. കയറിക്കില്ലല്ലോ, പൈസ കൊടുത്ത് കയറിയതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ നമ്മൾ കയറ്റിയില്ല. വേണ്ട ഇവരെന്തിനപ്പോൾ കയറിയത്? നമ്മൾ ഒരുമിച്ച് പോകണല്ലേ? സ്കേറ്റിംഗ് ഒരു മറ്റേ എന്താണ് ബേബി എന്ന് പറയാം? സ്കൈ റൈഡാ എന്താ പറയും? ആ സാധനമാണ് ഇവർ ചെയ്യാൻ പോണത്. ഇവരെന്തൊക്കെയോ രണ്ടുപേരും അവിടെ നിന്ന് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ലുലു എന്തോ എടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മളിതിങ്ങനെ ഇത് ശംഭുലാക്കില് സ്കേറ്റിംഗ് ചെയ്യുന്നതാണ്. തണുത്ത് തൊടുത്ത് റെഡ് കളറായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വരുന്നുണ്ട് ബാക്കിൽ. നമ്മുടെ ഇത് സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി. സാംസങ്ങിൻ്റെ പ്രൊമോഷൻ കസക്കിസ്ഥാനിൽ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അല്ല, നമുക്ക് ഇവിടെ നിൽക്കാണ്ടി വന്ന അവരൊക്കെ സ്കേറ്റിങ്ങിൻ്റെ ആൾക്കാരാണ്. ലുലു എന്താ പറ്റിയ കാലില്? തണുത്തിട്ടാ? ഇതാണ് ശംഭുലാക്ക് ടോപ്പ്. ഫുൾ സ്നോ ആണ്, ഫുള്ള് സെറ്റാണ്. ശംഭുലാക്കിലേക്ക് പോയി നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണ്.
അല്ല ഗൈസ്, നമ്മളിപ്പോൾ സ്ട്രീറ്റിലാണുള്ളത്. ഇത് ഒരു അൽമാറ്റിയിലുള്ള കസക്കിസ്ഥാനിലുള്ള ഒരു സ്ട്രീറ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഫുള്ള് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഫുള്ള് ക്രിസ്മസ് ടൈപ്പുള്ള ഐറ്റംസും ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കുറേ ഷോപ്പുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ഷോപ്പുണ്ട്. ഗോൾഡിൻ്റെ ഷോപ്പുണ്ട്. എല്ലാം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ സ്ഥലത്തിന് പേരറിയില്ല. ഗ്രീൻ സിറ്റി, ഗ്രീൻ അല്ലല്ലോ, എന്താ പറഞ്ഞ ഗ്രീൻ, ഇതേത് സ്ഥലം? ഗ്രീൻ ബസാർ അല്ലേ? ഗ്രീൻ ബസാറാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ്, ഡ്രസ്സ്, ഉള്ളിലൊക്കെ ഫുള്ള് ഡ്രസ്സാണ്. നമുക്ക് ഉള്ളിലേക്ക് നടക്കാം, അങ്ങോട്ട് നടക്കാം. ആ ഭാഗത്തേക്ക് ഒരു ഷോക്ക് ബാഗ് വേണോ? എൽബീൻ്റെ ഒക്കെ ബാഗ് എടുക്കണ്. ഇതിവിടെ ഫുള്ള് ക്ലോത്ത്സ് ആണ്. വിൻ്റർ വെയർ, ഫുൾ വിൻ്റർ വെയർസ് ആണ്. ഗ്ലൗസും എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് കിട്ടും. ഭയങ്കര പൈസ കുറവാണ്. അപ്പോൾ ഗ്രീൻ ബസാറിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ അജുവിനെ കണ്ടുപിട്ടി ആൽമാറ്റിൽ വെച്ചിട്ട്. അജു ഇപ്പോൾ ഫുള്ള് മഞ്ഞാണ്. ഈവനിങ് ഒരു സമയം എത്രയുള്ളൂ ഇപ്പോൾ? ഫുള്ള് മഞ്ഞ് നിറഞ്ഞിട്ട് ഫുള്ള് മഞ്ഞാണ്. ഇതൊക്കെ അജുവിൻ്റെ ഒപ്പം വന്നവരാണ്. ജാതിക്കുള്ള ആൾക്കാരുണ്ട്. ഒരു ബസ്സിലാണ് ഇവർ വന്നത്. ഇവർ ഫുള്ള് ഒരു ക്യാമ്പയിൻ ആയിട്ട് വന്നതാണ്, ട്രാവലിൻ്റെ. അപ്പോൾ ഇതാണ് അജു പച്ചിട്ട് നടക്കുന്നത്. വേണ്ടടാ പറ. ഓ, ഇത് വലിയ സെറ്റപ്പ്. അജുവിന് വന്ന ബസ്സാണിത്. ഭയങ്കര സെറ്റപ്പാണ്. ഈ ബസ്സിൻ്റെ ഉള്ളിലേക്ക് അജു കയറിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാനും കൂടി ഉള്ളിലേക്ക് നോക്കും. ലുലു, ഇത് ഇവിടുത്തെ നോർമൽ ഒരു ഷോപ്പാണ്, ഇവിടുത്തെ കൾച്ചറുള്ള ഷോപ്പാണ് അല്ലേ? ഇതൊക്കെ ഇവിടുത്തെ ഷോപ്പുകളാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ അവരുടെ കൾച്ചറിലെ ഡ്രസ്സ്, അവരുടെ കൾച്ചറിലുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്പി എന്നാണ് പേര്, കാസ്പി. അപ്പോൾ കാസ്പി എന്നുള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇവിടുത്തെ ആളാണ്. ലുലു അവിടെ നിന്ന് എന്തോ നോക്കുന്നുണ്ട്. നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ നോക്കാം. ലുലു എന്തെങ്കിലും ഉണ്ടോ അവിടെ? നമ്മളെ പണ്ടത്തെ ഉമ്മാമാരിടുന്ന പോലത്തെ ഒന്നും കിട്ടിയില്ലല്ലോ. ഇതാണ് അപ്പോൾ കാക്ക ടിക്കറ്റ്സ്, അതായത് ഹോഴ്സ് റൈഡിങ് അവിടെ എല്ലാം ഉണ്ട് അല്ലേ? അല്ലല്ലോ, നമുക്ക് ഓരോന്നിനും ഓരോ പ്രൈസാണ്, നമുക്ക് ചെക്ക് ചെയ്യാം. കോക്ടോപ്പ്. ഇപ്പൊ ഇവിടെ തണുപ്പില്ല, ഇപ്പൊ ഇവിടെ നോർമലിയുള്ള ക്ലൈമറ്റാ. പിന്നെ ഞാൻ ജാക്കറ്റ് ഒക്കെ എടുത്തത് വെറുതെ ആയി. എവിടെയാണുള്ളത്? കോക്ടോപ്പിനുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാം നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും അല്ലേ? ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും കസാഖിസ്ഥാനാണ്. ആൻഡ് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു, കുറേ വീഡിയോസ് ഒക്കെ എടുത്തു. ഇതാണ് ഈ ഫുള്ള് വരുന്ന ബാക്ക്ഗ്രൗണ്ട്. ഫുള്ള് മലയും ഫുള്ള് ബിൽഡിങ്ങും എല്ലാം കസാഖിസ്ഥാൻ ഫുള്ളായിട്ട് കാണുന്ന രീതിയിലുള്ള വ്യൂ ആണ്. നല്ല ഉറക്കം വരുന്നുണ്ട്, വിശക്കുന്നുണ്ട്. അത് നമുക്ക് KFC കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത വഴിയിലേക്ക് പോകും അല്ലേ? അടുത്ത ഡെസ്റ്റിനേഷൻ നാടൻ കോഴി. എവിടെ നാടൻ കോഴി ഉണ്ട്? ഇവിടെ അവിടെ മഞ്ഞില്ലല്ലോ അവരുടെ അടുത്ത്. അവർക്ക് എന്താ ഫുഡ്? പ്രാവൊക്കെ ഇവിടെ അടിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്.
അടിപൊളിയാണ് ഇങ്ങനെ പറക്കാണ്ട്. ലുലു ലാമ്പിനെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോയി. ഗൈസ് ലാമ്പ് ഉണ്ട് ഇവിടെ. ലുലു പറയുന്നു ഇതിനെ അറക്കാനായിന്ന്. നല്ല ലാമ്പ് ചോപ്സ് ഉണ്ടാക്കാന്നാണ് പറയുന്നത്. ലൈക്ക് ഈഗിൾ. ലുലു ഇതെന്താ? ലുലു ഇത് പറക്കോ? ലുലു ഇതില് കളിക്കുന്നുണ്ടോ? ലുലുവിന് ഒരു കൂട്ടുകാരനെ കിട്ടി. ഇതാണ് ലുലുവിൻ്റെ കൂട്ടുകാരൻ. ലുലുവിനെ തന്നെ നോക്കി വെക്കുന്നുണ്ട്. ലുലു എന്താ പറയാനുള്ള? ലുലു കൈയൊക്കെ നീട്ടുന്നുണ്ട്. ഞാൻ കൈ നീട്ടി ഗൈസ്, അങ്ങോട്ട് പോയി. നമ്മളിവിടെ വന്നപ്പോൾ ഈ ചേട്ടൻ ഹിന്ദി പാട്ട് ലുലുവിന് വെച്ചു കൊടുത്തു. ലുലു ആണെങ്കിൽ ഇതിൽ കയറാൻ വേണ്ടി നിന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഈ ചേട്ടൻ ലുലുവിനെ എന്തൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഐ മീൻ ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലുലു ഓക്കെയാണ് കയറാൻ. 1500 15,500 അല്ലേ? ഇപ്പോൾ ലുലു ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഈ കറങ്ങുന്നതിൽ കയറാൻ പോവാണ്. അപ്പോൾ ഇവൻ ലുലുവിന് കാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. ലുലു ഇതിൽ കയറിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ ലുലു ഇറങ്ങി. ലുലു ഇതെന്താ സംഭവം? ലുലു ഫോട്ടോ എടുക്കാനാ? എന്താണ് സംഭവം? ഇവരുടെ കൾച്ചറാ? അതിൻ്റെ ഉള്ളിൽ ഇരിക്കണോ? ലുലു ഇത് മേടിച്ചിട്ടുണ്ട്. Hey, excuse me. കുറച്ച് ചില്ലറ കിട്ടിയിട്ടുണ്ട് ലുലുവിന് അല്ലേ? കൈയൊക്കെ മരവിച്ചത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ നമ്മൾ വന്നത് ഈ പാർക്കിലേക്കാണ്. അപ്പോൾ അടിപൊളിയാണ്. ചൈനീസ് ആണെന്ന് തോന്നുന്നു. അല്ല, ഇവിടെ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരുപാട് ഫുഡ്സ് ഉണ്ട് അല്ലേ ലുലു? ഇവിടെ എഴുതുന്നില്ല, എല്ലാം അവരുടെ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾക്ക് ഫുഡ് പിന്നെ വേറെ നാടൻ ഫുഡൊന്നും കിട്ടാത്ത ഇവിടെ ബർഗർ കിങ് ഉണ്ട് കേട്ടോ. പിന്നെ അതും എഴുതിയിട്ടുള്ളത് അവരുടെ ലാംഗ്വേജിലാണ്. ഇപ്പോൾ നമ്മൾ KFC കഴിക്കാൻ പോയാലും അവരുടെ ലാംഗ്വേജ് തന്നെ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ആകെ കൂടി പിന്നെ ഹർദീസാണ് കണ്ടത്. ഹർദീസ് അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. പിന്നെ ഇവരുടെ രീതിയിലുള്ള എന്തൊക്കെ ഫുഡാണ്. ഇതൊന്നും വായിക്കാൻ എനിക്കറിയില്ല. അല്ല, KFCക്ക് നല്ല ക്യൂ ഉണ്ട് ഇവിടെ അല്ലല്ലോ. പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട്. ഇവിടെ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് നോക്കി നോക്കിയേ, കാണിച്ചു തരാം. ഉണ്ടോ? ഫുള്ള് അവരുടെ ലാംഗ്വേജ് മാത്രം. അപ്പോൾ നമ്മളെങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് പോലും നമുക്കറിയില്ല. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഈ ഹോട്ടലിൻ്റെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പുറത്ത് പോകുന്നത്. ഇത് നാസ്തിയാണ്, ലുലുവിൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, ലുലു എവിടേക്കാ? മെഗാമോളല്ല, ഷാർജ മെഗാമോളല്ലത്. ഇവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇത് ഇവിടുത്തെ കോളേജ് ഡോക്ടർ സ്റ്റുഡൻസ് ആണ്. ഇത് അൽമാറ്റിത്തെ എയർപോർട്ടാണ്. ഇവിടുത്തെ എയർപോർട്ട് ഇങ്ങനെയാണ് കാണുന്നത്. ഉള്ളിൽ കയറിയാലേ അറിയുള്ളൂ. ആളാണ് ചെക്കിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന്. ഇത് ജാസി, ഇത് മുർഷി. ഇപ്പോൾ ഇവർ രണ്ടുപേരാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് അടിപൊളിയാണ്. അവളുടെ പേര് ദൂരത്താണ് ചെയ്തത്.
ഒരു പുള്ളി കയറാന്ന് ഉദ്ദേശിച്ച അപ്പൊ ബൈ. അപ്പോൾ ലുലു രണ്ടാമതൊരു ജാക്കറ്റ് എടുത്തിട്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ചൂട് കുറച്ചെടുത്തിട്ട് അവിടെ നിന്ന് ഊരി വെക്കാം. ഏ